ഞാൻ പോളിംഗ് ബൂത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിലെ ഒരു ക്ലൈമറ്റിൻ്റെ വിഷയങ്ങൾ തണുപ്പൊക്കെ തുടങ്ങിയതല്ലേ, അപ്പോൾ കുറച്ച് ചൂടുപിടിക്കുന്ന ആളുകൾ സജീവമായിട്ട് വരും. തീർച്ചയായിട്ടും അവരൊക്കെ വന്ന് വോട്ട് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ കാര്യങ്ങൾ ശക്തമായ ഒരു പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കും. കാരണം വെച്ചാൽ ഇവിടെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, ജനങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു കാൻഡിഡേറ്റ് ആവശ്യമാണ്, ഒരു MP ആവശ്യമാണ് എന്ന ഒരു പൊതുവികാരം വോട്ടർമാരുടെ ഇടയിൽ വളരെ ശക്തമായിട്ടുണ്ട്. അതാണ് എനിക്ക് കഴിഞ്ഞ 19-ാം തീയതി മുതൽ ഈ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും 3 റൗണ്ട് യാത്ര ചെയ്തു. ഒരു 300-ലധികം ചെറുതും വലുതുമായ യോഗങ്ങളിൽ, സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. നിരവധി സുഹൃത്ത് സംഘങ്ങളിൽ പങ്കെടുത്തു. അവരൊന്നും LDF വോട്ടർമാരോ LDF പ്രവർത്തകന്മാരോ അല്ല. നിരവധി സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ന്യൂ ജനറേഷൻ, ന്യൂ വോട്ടർമാരുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പോകാൻ കഴിഞ്ഞു. അതിനൊരു സാഹചര്യം ഉണ്ടായി, സന്ദർഭം ഉണ്ടായി. അതൊക്കെ കാണിക്കുന്നത് ഒരു പ്രകടമായ ചേഞ്ച്, ഇതിൻ്റെ ഒരു അന്തരീക്ഷമാണ് കാണിക്കുന്നത്. അതൊരു തെരഞ്ഞെടുപ്പിൽ എന്തായാലും പ്രതിഫലിക്കും. അവസാന നിമിഷം വരെ, ഇന്നലെ രാത്രി വരെ, ഇന്ന് രാവിലെയും ആളുകളുടെ ഇടയിൽ ഒരു മാറ്റം ആവശ്യമാണ് എന്ന ശക്തമായ ചിന്ത തന്നെയാണുള്ളത്. അത് വോട്ടിംഗ് മന്ദഗതിയിലാണെന്ന് പറയാൻ കഴിയില്ല. ഈ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ കുറച്ച് വെയിൽ വരുമ്പോൾ ആളുകൾ ഇറങ്ങി വരും. മലയിലൊക്കെയുള്ള ആളുകളാണ്. പല സ്ഥലത്തും പ്രയാസകരമായ സാഹചര്യത്തിൽ താമസിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ സാധാരണഗതിയിൽ ആ അന്തരീക്ഷം വരുന്ന ഇങ്ങോട്ട് വരും. കാലാവസ്ഥയിൽ അല്പം ദൂരമൊക്കെ വരും. തീർച്ചയായിട്ടും വന്ന് വോട്ട് ചെയ്യണമെന്നുള്ള പൊതുവികാരം LDFനോട് താല്പര്യമുള്ള, LDF ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനവിഭാഗങ്ങൾ വോട്ടിങ്ങിൽ ഒന്ന് പങ്കെടുക്കും. മറ്റേ എനിക്കറിയില്ല. മറ്റൊരു വിഷയം ഞാൻ എന്താണെന്നറിയില്ല. BP-യോട് തന്നെ ചോദിക്കുന്നത്. ഞാൻ എന്താ വെച്ചാൽ, ഞാൻ നിങ്ങൾ പെടുന്നതിനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ ചാനലുകൾ ഇന്ന് രാവിലെ ഉള്ളതായി ചില ആളുകൾ വിളിച്ചു പറയും. അത് BP-യോട് തന്നെ ചോദിക്കുക. BP നിങ്ങൾ ചോദിക്കാൻ ഇത് പറയുമല്ലോ. അതൊന്നും, ഇതൊക്കെ ഒരു ക്രിയേഷനാണ്. സൃഷ്ടിക്കുകയാണ് ഇതൊക്കെ. ഈ വോട്ടെടുപ്പിൻ്റെ ദിവസം മുമ്പങ്ങാണ്ട് എഴുതിയാന്നാണ് പറയുന്നത്. എന്തോ എഴുതി വെച്ചെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. എഴുതി വെച്ചത് ഇപ്പം ഇന്നേ ദിവസം അത് പുറത്തിറക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് പിറകിലൊക്കെ ഒരു പ്ലാനും കാര്യം ഉണ്ടായിരിക്കാം. കൊടുന്നതിനെ വരുന്നതായിരിക്കില്ലല്ലോ. ഇന്നലെ നാളെ കൊടുക്കാതെ ഇന്ന് കൊടുക്കുക എന്ന് വെച്ചാൽ അത് EP-യോട് ചോദിക്കുക. EP അത് ഇത് സംഭവം എന്താ വെച്ചാൽ, ഇന്ന് തെരഞ്ഞെടുപ്പാണ്. CPM ഒരു മുതിർന്ന നേതാവ് സർക്കാരിനെതിരെ, അതുപോലെ തന്നെ പാലക്കാട്ടെ സ്ഥാനാർത്ഥിക്കെതിരെയൊക്കെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനത്തിന്റെ ഭാഷയിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ മാനം ഇന്നത്തെ ദിവസം അത് വേറെ ആയിരിക്കില്ലേ? അത് EP-യോട് ചോദിക്കണം. അത് ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, വോട്ടർമാരിടയിൽ ഇതൊന്നും കൺഫ്യൂഷൻ ആയിക്കില്ല. ഇതൊരു പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾ കാണുള്ളൂ. എന്താണ് പുസ്തകത്തിൽ എഴുതിയത്, എന്താണ് EP പറഞ്ഞിരുന്നത്, EP-യോട് ചോദിക്കുന്നതാണ് നല്ലത്. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ എന്താ പറയാം, സ്ഥാനാർത്ഥിയോട് നിങ്ങൾ ഈ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് EP നിഷേധിച്ചിട്ടുണ്ട്. EP-യോട് കൂടുതൽ കാര്യങ്ങൾ EP-യോട് ചോദിച്ച് വ്യക്തമാക്കുക. ചർച്ച ആരുണ്ടാക്കി? EP-യാണ് ഉണ്ടാക്കിയത്. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് എനിക്കറിയാം. അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ഇതാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇത് ചർച്ച ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ ഒരു നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാധ്യമ ലോകത്തിൻ്റെ ചില ആളുകളുടെ താല്പര്യവും അതിനനുസരിച്ചിട്ട് വാർത്തകൾ പുറത്തു വരുന്നു എന്നതിലുപരിയായിട്ട് ഞാനൊന്നും കാണുന്നില്ല. ദേവാലയങ്ങൾ ചില ആളുകളെ ബന്ധപ്പെട്ടുകൊണ്ട്, എല്ലാ ദേവാലയങ്ങളും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ചില ദേവാലയങ്ങളെ അവർക്ക് ആക്സസ് ഉള്ള ചില ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ചില പ്രചരണ പരിപാടികളൊക്കെ നടത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അവിടുത്തെ വിശ്വാസികൾ തന്നെ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നിലപാടെടുത്തതിൻ്റെ ഭാഗമായി അത് അധികം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അത്തരം സ്ഥലങ്ങളിലൊക്കെ ഇടതുപക്ഷത്തിനോട് താല്പര്യമുള്ള ആളുകളില്ലാത്ത മേഖലകളിലല്ലോ, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഞാൻ സാധാരണ പറഞ്ഞ ഉറുമ്പിൻ്റെ ഇടയിൽ പോലെ ഇടതുപക്ഷത്തിൻ്റെ നീക്കങ്ങൾ, എതിരായിട്ടുള്ള നീക്കങ്ങൾ അറിയാനുള്ള ആളുകളുണ്ടെന്നുള്ള മട്ടിലാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനം.
ഇപിയുടെ കാര്യം തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം, അതായത് പ്രകാശ് ജാവ്ദേക്കറുമായി ബന്ധപ്പെട്ട ഒരു കൂടിക്കാഴ്ച, ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് EPL ഇങ്ങനെ ചർച്ചയായി? ഇത് ഇന്നത്തെ ദിവസം തന്നെ ഇത് ചർച്ച ചെയ്യണമെന്നുള്ളതാണല്ലോ നിങ്ങളുടെ ആഗ്രഹം. തിരഞ്ഞെടുപ്പ് നടക്കുന്ന അല്ല, അത് തന്നെ ഇത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞില്ല, അത് EPയോട് ചോദിക്കണം. ഞാൻ പറഞ്ഞ ഇത് ഇന്നത്തെ ദിവസം ഇത് ചാനലുകളിൽ ഒരു ചർച്ചാ വിഷയമാക്കാനുള്ള ഒരു ആസൂത്രിതമായ നീക്കം കാണുകയാണ്. ഇതിൻ്റെ പിന്നെ നിങ്ങളല്ല, ഇതിനകത്ത് നിങ്ങൾക്കിത് ആവശ്യമാണല്ലോ, ഇത് കാണുന്നവരുടെ ഇടയിലേക്ക് ഒരു പുതിയ വിഷയം കൊണ്ടുവരാന്നുള്ളത്. പക്ഷെ ഇതിൻ്റെ പിന്നിലുള്ള ആളുകൾക്ക് ഒരു പ്ലാന് കാണും. അത് ആ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിത് രാവിലെ വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. അത് എന്തായാലും ഇതിന് LDFനെതിരായിട്ടുള്ള ആളുകളായിരിക്കും ഉറപ്പായിരിക്കുമല്ലോ. വോട്ടർമാരെ സ്വാധീനിക്കില്ലേ? വോട്ടർമാർ ഇതൊക്കെ എത്ര കണ്ടതാണ്? വയനാട്ടിലെ വോട്ടർമാരെ ഒരു രീതിയിൽ സ്വാധീനിക്കില്ല എന്നാണോ? ഒരു വോട്ടർമാരെ ഇത് സ്വാധീനിക്കില്ല. വയനാട്ടിലെ വോട്ടർമാർ എന്താ മോശക്കാരാണ്? വയനാട്ടിലെ വോട്ടർമാർ രാഷ്ട്രീയ ഉത്ബുദ്ധതയുള്ള വോട്ടർമാരാണ്. അവർക്ക് അറിയാം ഇന്നത്തെ ദിവസം ഇതൊക്കെ പ്രയോഗിക്കുന്നതിന് ഉദ്ദേശം ആർക്കും അറിയാം. ഏത് കുട്ടിക്ക് അറിയില്ലേ? രാവിലെ തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം പോളിംഗ് ബൂത്തിലേക്ക് പോകും. ഇത്തിരി ഇഷ്യൂ മീഡിയയിൽ പ്രധാനമായും ചർച്ച ചെയ്യാനുള്ള ഒരു ആസൂത്രിത നീക്കം ആരോ നടത്തി കാണുമെന്ന് വോട്ടർമാർ ചിന്തിക്കും. നിങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് നല്ല ഒരു എന്താ പറയുക, നല്ല ഒരു ഭക്ഷണം കഴിക്കുന്നതിന് തുല്യമായിട്ടുള്ളൊരു സംഗതിയാണുള്ളത്. ഓക്കെ.